അപ്പൊ മാം ബ്രീത്തിങ് എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിനെ കാം ഡൗൺ ചെയ്യുന്നത്? ബ്രീതിങ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിൻ സിമ്പതറ്റിക് ആക്ടിവിറ്റിയാണ്. അതായത് നമ്മൾ ഒരു കാള വരുന്നു, എഴുന്നേറ്റ് ഓടിക്കോ എന്ന് പറയുന്ന ആ അലേർട്ട്നെസ് തരുന്ന ആരാ? റൈറ്റ് ബ്രെയിൻ ആണ്. ലെഫ്റ്റ് ബ്രെയിൻ എന്ന് പറയുന്നതിന് ഓം ശാന്തി ശാന്തി, ഇതാണ് ലെഫ്റ്റ് ബ്രെയിൻ വരുന്നത്. അപ്പൊ നമ്മൾക്കൊരു കാള വന്നു അവിടെ നിന്നോട്ടെ എന്നുള്ള അത്രയും കാമായിരിക്കും. ഞാൻ പറയുന്നത് വെച്ചാൽ ജസ്റ്റ് ഒരു തമാശ രീതിയിൽ ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അലേർട്ട്നെസ് ആണ് നമ്മുടെ റൈറ്റ് ബ്രെയിൻ. അപ്പൊ നമ്മൾ ബ്രീത്തിങ് റൈറ്റ് സൈഡ് നോസ്ട്രൽ ബ്രീത്തിങ് ചെയ്യുമ്പോൾ നമുക്ക് അലേർട്ട്നെസ്സും അതുപോലെ തന്നെ പ്രൊഡക്ടിവിറ്റി അതുപോലെ ഫോക്കസും ആണ് അതുകൊണ്ട് നമുക്ക് കിട്ടുക. അതേസമയം ലെഫ്റ്റ് സൈഡ് നോസ്ട്രൽ ബ്രീത്തിങ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിലാക്സ്ഡ് ആവുകയും കാം ആവുകയും ചെയ്യും. ഇപ്പം നമ്മൾ ശരിക്കും പ്രാണായാമത്തിൽ പറയുകയാണെങ്കിൽ വലതുവശത്തിനെ സൂര്യനായിട്ടും ഇടതുവശത്തിനെ ചന്ദ്രനായിട്ടുമാണ്. അപ്പം തന്നെ അറിയാലോ, സൂര്യൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതും ചന്ദ്രൻ കൂൾ ഡൗൺ ചെയ്യുന്നതുമാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് കാമാണ് ആവേണ്ടതെങ്കിൽ നമ്മൾ കൂടുതലും ലെഫ്റ്റ് സൈഡ് നോസ്ട്രലിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം. നമുക്ക് കൂടുതൽ ആക്റ്റീവ് ആവണം, നമുക്ക് നല്ല അലേർട്ട് ആവണമെങ്കിൽ ഇത് ചെയ്യണം. ഈ രണ്ട് സംഭവത്തിനെ ബാലൻസ് ചെയ്യുന്ന ചില പ്രാണായാമങ്ങളാണ് ഓൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ് അല്ലെങ്കിൽ നാഡിശുദ്ധി പ്രാണായാമം. ഇത് രണ്ടും വേണം. ഇത് രണ്ടിന്റെ ബാലൻസ് വരുമ്പോഴത്തേക്ക് ആ വ്യക്തി ഒരു ബാലൻസ്ഡ് ആയി. ഈ ആങ്സൈറ്റിയും പാനിക് അറ്റാക്ക് ഉള്ളവർക്ക് റൈറ്റ് സൈഡ് കൂടുതൽ ആക്റ്റീവ് ആയിരിക്കും. അവരുടെ പാരസിമ്പതറ്റിക് ആക്ടിവിറ്റി ലെഫ്റ്റ് സൈഡ് വളരെ വളരെ മോശമായിരിക്കും.